തെരുവുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനും താൻ ഇപ്പോൾ തയ്യാറല്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. നൃപൻ ചക്രവർത്തി തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. നൃപൻ, കെ മുരളീധരന്റെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. ശശി തരൂർ ഈ ഇന്റർവ്യൂവിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല സംസാരിച്ചല്ലോ, ശശി തരൂരിനെ ദേശീയ നേതൃത്വത്തിലേക്ക് അതല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലയും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗുമാണ് എന്ന ശശി തരൂരാണ് ആ ഇന്റർവ്യൂവിൽ പറയുന്നത്. അമേരിക്കയിൽ സുഖമായി കഴിഞ്ഞിരുന്ന എന്നെ രമേശ് ചെന്നിത്തലയും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗുമാണ് ഇന്ത്യയിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ രമേശ് ചെന്നിത്തലയ്ക്കുള്ള നിശിതമായ വിമർശനം തന്നെയാണ് ആ ഇന്റർവ്യൂവിലൂടെ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ ഒരു പ്രധാന നേതാവിൻ്റെ ക്ഷാമമുണ്ട് എന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കുള്ള കൃത്യമായ നിശിതമായ വിമർശനം തന്നെയാണത്. വിനിഷ, തരൂര് അങ്ങനെ ഒരു വാക്കും വെറുതെ പറയുകയോ വെറുതെ എഴുതുകയോ ചെയ്യുന്ന ഒരാളല്ല. ആദ്യ ലേഖനത്തിൽ തന്നെ കേരളത്തിൽ അനുകൂലമായ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒപ്പം നിൽക്കാൻ തരൂർ ശ്രമിച്ചിരുന്നു. തുടർച്ചയായി തരൂർ ഈ നിലപാട് ആവർത്തിക്കുക വഴി കേരളത്തിലെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതൃത്വം അശക്തരാണ്, വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് സജ്ജമല്ല എന്ന നിലപാട് തന്നെയാണ് തരൂർ ഉയർത്തുന്നത്. അതിൽ നേതാക്കളുടെ പ്രതികരണം സ്വാഭാവികമായി എന്ത് ആണ് ഉണ്ടാകുക എന്ന കാര്യം ഉറപ്പാണ്. കാരണം കേരളത്തിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തരൂർ ശ്രമിച്ചാൽ അതിൻ്റെ സ്വീകാര്യത അദ്ദേഹത്തിനായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഒന്നടങ്കം തരൂരിൻ്റെ ഈ നീക്കത്തെ എതിർക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതാണ് കെ മുരളീധരൻ അടക്കം തരൂർ ഉന്നയിച്ച പല കാര്യങ്ങളിലും ഈ ചർച്ചയ്ക്ക് തയ്യാറാണ്, ചർച്ച ചെയ്ത് പാർട്ടി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള പരിചയം നമ്മൾക്കുണ്ട്. പക്ഷേ തരൂരിനുള്ളത് ദേശീയ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സുമാണ്. അതിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തരൂർ ശ്രദ്ധ ഊന്നണം. മറിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് തരൂർ എൻട്രി ചെയ്യാനുള്ള നീക്കത്തെ ശക്തമായി കേരളത്തിലെ നേതാക്കൾ എതിർക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ആദ്യ തവണ ലേഖനത്തിൽ ഉണ്ടായ വലിയ തരത്തിലുള്ള പ്രകോപനപരമായ തരത്തിലുള്ള പ്രതികരണം പോലെ നേതാക്കൾ ഈ കാര്യത്തിലും കൂടുതൽ പോകാൻ സാധ്യതയില്ല. കാരണം തരൂരിനെ കൂടുതൽ വെല്ലുവിളിക്കുമ്പോഴും തരൂര് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അദ്ദേഹത്തിന് കൂടുതൽ സാധ്യത തുറക്കുകയും ചെയ്യും. കാരണം അതുകൂടി മുന്നിൽ കണ്ടാണ് മുന്നണികളിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കടക്കം അതൃപ്തിയുണ്ട് എന്ന പദം തരൂർ ഈ ലേഖനത്തിൽ ബോധപൂർവം പ്രയോഗിക്കുന്നത്. അത് മുന്നണിക്കുള്ളിൽ തന്നെ പല നേതാക്കളുടെ അഭിപ്രായം തരൂരിന് അനുകൂലമായി വരാനുള്ള സാധ്യത കൂടി തരൂർ കാണുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലൊരു നേതൃമാറ്റം ഉണ്ടാകുക, ആ നേതൃ ഭാഗത്തേക്ക് ചിലപ്പോൾ തരൂർ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന ഭയം, ആശങ്ക മറ്റ് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ കെ മുരളീധരനും VD സതീശനും KC വേണുഗോപാലും അടക്കമുള്ള മുഴുവൻ നേതാക്കൾക്കുമുണ്ട്. അല്പമെങ്കിലും മയപ്പെട്ട നിലപാട് ഉള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് കെ സുധാകരനാണ്. കെ സുധാകരനുമായി നല്ല ബന്ധവും അടുപ്പവുമാണ് തരൂർ സൂക്ഷിക്കുന്നത്. മാത്രമല്ല കെ സുധാകരന് തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിലേക്ക് അദ്ദേഹത്തിന് വലിയ ഭാവി അദ്ദേഹം കാണുന്നുമില്ല. അതുകൊണ്ട് VD സതീശനുള്ള ശക്തമായ തിരിച്ചടിയായി തരൂരിൻ്റെ ഈ നീക്കങ്ങൾ മാറുന്നു, മറ്റ് നേതാക്കളുടെ സാധ്യത അടയ്ക്കുന്നു. എന്നുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ആദ്യ ലേഖനത്തിലുണ്ടായതുപോലെയുള്ള ഒരു പ്രകോപനത്തിന് പോകാൻ ഉള്ള സാധ്യത കുറവാണ്. സൂക്ഷ്മതയോടെ പ്രതികരിക്കാനായിരിക്കും സാധ്യത. അതുകൊണ്ടാണ് കെ മുരളീധരൻ്റെ പ്രതികരണത്തിൽ തരൂരിനെ തല്ലിയും തഴുകിയും ഒരുപോലെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വിനിഷ.